ഇമ്മ ഇമ്മ ചെയ്യുന്നു. നാട്ടിൽ കണ്ണൂർ ഇതാ പുതിയ കാറേ ഇങ്ങോട്ട് ബെരീന്ന്. കാത്തിരിപ്പാണ് ഷഹന എന്ന ആൽബം എന്റെ സ്വന്തം ഷഹനാസിന് വേണ്ടി പ്ലേ ചെയ്യണം. കദു കരിയാട് നിന്നാണ് മാണി കണ്ടോളി പ്ലേ ചെയ്യുന്നതെന്ന് അറിയില്ല. എന്തായാലും നല്ല ആൽബം. ഓ ഫാത്തിമ എന്നുള്ള ആൽബം. എന്തിനാടാ ഇങ്ങനെ കിടന്ന് വിളിച്ചു പോകുന്നത്? കാറ് നല്ല കാറ്. ഉമ്മച്ചിയെ നിങ്ങൾ തന്ന പൈസ ഫസ്റ്റ് ഗഡു 60,000 കൊടുത്തു. ബാക്കി 5 കൊല്ലം കൊണ്ട് അടച്ചു തീർത്താ മതി. എന്നാലും 5 വർഷം കൊണ്ട് അടച്ചു തീർത്താ പോരെ? മറ്റുള്ളവർ ഉപയോഗിച്ച വണ്ടി നമുക്ക് ഉപയോഗിക്കണ്ടല്ലോ. ആ തരക്കേടില്ലല്ലോ. എന്തിനമ്മച്ചി ഇപ്പൊ കാറൊക്കെ? ഇപ്പൊ ഇത്ര കഷ്ടപ്പെട്ട് കാശ് വെക്കുന്നത് നമുക്ക് തോന്നിമാതിരി ജീവിക്കാനാ? ഏത് കാര്യത്തിനാ ജി വിലങ്ങിടാത്ത? ഇജെന്റെ പണി എന്താ നോക്ക്. എടി അനക്കൊരു കല്യാണാലോചന വരുമ്പോഴേ വീടിന്റെ ഉമ്മറത്തൊരു കാറ് കിടക്കണ ഒരു അന്തസ് തന്നെ അറിയോ എനക്ക്? അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്മ. അവിടെ ഒരു കാര്യം ബമ്പർ ഏതായാലും അടിച്ചു. എന്താ ഇത്ര മനജി പേപ്പർ തരുന്നുണ്ട്? ഇന്റെ ഭാവി ഇതിനാണ് നിങ്ങൾക്ക് അറിയില്ലെന്ന്. ഒരു ദിവസം നോട്ടിന് കടിക്കും. അന്ന് ഞാനൊരു ബാലൻസും എടാ വാപ്റ്റിയ കോടതി എത്ര മേനെ കണ്ടോ? ഇതായിരിക്കും ഇവിടെ ബമ്പർ സമ്മാനം ഇങ്ങനെ ആവോണ്ട് പോണ്ട്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരോട് പറയും. മൂപ്പര് നിർത്തി. എന്താ കാര്യം? ഓൻ ചെയ്ത പണി എന്താ കേൾക്കണം നിങ്ങൾക്ക്? വേറെ ആളെ സ്ഥലം കാണിച്ചു കൊടുത്തുകൊണ്ട് ഈ പാവത്തിന്റെ 10,000 ഉറുപ്പ്യ വാങ്ങിക്കുന്നു. ഇപ്പൊ സ്ഥലവും ഇല്ല, പൈസയില്ല. കുറ്റങ്ങളൊക്കെ കൂലിപ്പണി എടുത്ത് ജീവിക്കുന്നതാണ്. അന്നെ കൊണ്ട് മനുഷ്യനെ നാട്ടിലിറങ്ങി നടക്കാൻ പറ്റതായല്ലോ. ഇപ്പൊ ഈ പൈസ കൂടി ഞാൻ തരും. ഇന്നിവന്റെ കാര്യം പറഞ്ഞ് ഇന്റെ അടുത്തുകാരും വരരുത്. കേട്ട ബാബുട്ടിയെ, അനക്കറിയില്ലേ ഞങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാബം ഇവന്റെ പ്രസവത്തോടെ ഉമ്മ മരിച്ചു. ഒരുപാട് ലാളിച്ചു പോയി. 2 പ്രാവശ്യം ഗൾഫിലും പറഞ്ഞു. എന്നിട്ടും നന്നാവുന്നില്ല. പോരാത്തിന് പെണ്ണും കെട്ടിച്ചെടുത്തു. എന്നാ തന്നെ ഇവൻ നന്നാവുന്നു വിചാരിച്ചു. എന്നിട്ടോ അതും പെന്റെ പെരടിയില്ല. എന്നാ പോരെ, ഇനിയിപ്പം ഇതും കൂടി പിന്നെ കേറൂലല്ലോ. കാക്ക പറഞ്ഞേ ഇന്ന കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു പരിപാടി ആകുമ്പോ ലാഭവും നഷ്ടമൊക്കെ ഉണ്ടാവും. ഇപ്പൊ നഷ്ടം മാത്രം. നഷ്ടം പറ്റിയ കുറെ നാറുകൾ കുറ്റം പറയാനുണ്ടാവും. അതാണ് ആ 2 ഇളകിക്കണമെങ്കിൽ എന്നെ കാണാൻ എന്ത് കോലുണ്ടായിരുന്നു. നിർത്ത് ആ കായങ്ങനെ കൊടുക്ക്. അല്ല ആഹാ പടച്ചറബില്ലായ തമ്പുരാനെ നോക്കി കാട്ട് ഇങ്ങോട്ട് ബാ മനുഷ്യനെ ഇങ്ങോട്ട് കേറ്. അല്ല മനുഷ്യനെ നിങ്ങൾ എന്ത് പേക്കൂത്തായി കാണിക്കണത്? പറഞ്ഞതുപോലെ തന്നെ ഇത് പോളിഷ് ഒന്നുമല്ല, ഒറിജിനല. അതല്ലേ മനുഷ്യൻ നമ്മള് പറഞ്ഞത്. നല്ല ഈടും മൊഞ്ചും വിലക്കുറവുള്ള ഫർണിച്ചർ വാങ്ങണമെങ്കിൽ KRC തന്നെ പോണോന്ന്. നിന്റെ സെലക്ഷൻ സൂപ്പറായി. എന്റെ സെലക്ഷൻ ആണ് പാളി. KRS കരുത്തുറ്റത്, രാജകീയമായത്, സുന്ദരമായത്. KRS ഫർണിച്ചർ, തിരൂർ റോഡ്, കോട്ടപ്പടി, മലപ്പുറം. അതന്നെ. എടാ വണ്ടി നിർത്തടാ. എന്റെ കാക്കയാ പോകുന്നത്. വണ്ടി നിർത്തടാ. അല്ല പാരിസേ, ഞമ്മള് വാങ്ങിയ കാറാ? തരക്കേടില്ലല്ലോ. ഇപ്പത്തെ കാലത്ത് ഒരു ബമ്പ് വേണമെങ്കിലേ ഇതുപോലൊരു കാറ് വേണം. എന്ത് താത്ത? അത് തന്നെ. അല്ല ഇതിപ്പോ മൊഞ്ചൊക്കൊന്ന് കൂടിയിക്കണല്ലോ. ജംഗേറിക്കോ അത്ര മനെ പുതിയ കാറും. അല്ല താത്ത, നിങ്ങൾ എങ്ങോട്ടാണ് ഈ പോണത്? ഒന്ന് ജോലറി വരെ പോണം. 1-2 പണ്ടങ്ങൾ മാറ്റി വാങ്ങണം. പിന്നെ
പോണ വയ്ക്കും കാക്കാന്റെ അടുത്തൊന്ന് ഓ കാക്കാന്റെ അടുത്തോ? ഒന്ന് നിർത്തിക്കേ, ഞാനിവിടെ നിന്ന് ഇറങ്ങാം, കുറച്ച് അർജന്റ് ഉണ്ടേ. ശരി, അനക്ക് ഒഴിവുണ്ടാകുമ്പോഴേ ഒന്ന് കുടിയിലേക്ക് വാ. നിങ്ങൾ പോയിക്കോളി. കാക്കാന്റെ അടുത്തേക്ക് പിന്നെ കിട്ടാനേ കാര്യം. നിർത്തല, കാക്ക നമ്മുടെ വണ്ടിയൊക്കെ ഒന്ന് കാണട്ടെ. ആരാപ്പത്? എന്റെ പെങ്ങള് ഹൈറാണല്ലോ. എന്താപ്പത് ഇങ്ങോട്ടൊക്കെ വരാൻ തോന്നിയത്? നിങ്ങളെന്താ കാക്ക ഇങ്ങനെയൊക്കെ പറയണത്? കാക്കനെ കണഞ്ഞാക്ക് ഇങ്ങോട്ട് വന്നൂടെ? അല്ല, അസുഖം പിടിച്ച് കിടന്നപ്പോഴും കൂടിയും കാണാൻ വരാത്തവര് ഇപ്പോ, അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, ഞങ്ങള് പുതിയ കാറൊക്കെ വാങ്ങിയേ. അല്ല, താത്തയും കുട്ടികളൊന്നും ഇല്ല ഇവിടെ? ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. എന്റെ കാറും പത്രാസവും കാണാനേ താത്തയും കുട്ടികളൊന്നും ഇവിടെ ഇല്ല. ഓലക്കോല പെരി പോയിക്കണ്. എന്നാ ഞങ്ങള് പോവുക. ഫാരിസേ, വണ്ടി എടുക്ക്. അവിടെ ഈ കോളത്തിൽ ദൂരദർശി നടന്നാലേ എന്റെ മാപ്പിള മുസ്തഫ ഗൾഫിൽ ചോര നീരാക്കയക്കണ പൈസ ഉണ്ടല്ലോ, അത് പുല്ലിച്ചിന്റെ തൗട് പോലെ ആക്കൂലേ. അനക്കറിയില്ല എന്റെ കാര്യം. ഗൾഫിൽ വല്ല മെച്ചൊന്നുമില്ലായിരുന്നു, എന്നാലും ഞാൻ അയക്കണ പൈസ എന്റെ പെണ്ണുങ്ങള്, അതായത് എന്റെ താത്ത സ്വരൂപിച്ചാണ്ടാണ് ഈ കാണുന്ന വീടും ഭൂമിയും മുഴുവനും വാങ്ങിയത്. അതുകൊണ്ട് ഞാനേ ഇതിൽ അധ്വാനിച്ച് ജീവിക്കണ്. പെരയിലെ പെണ്ണുങ്ങൾ നന്നായില്ലെങ്കിലേ പെരന്റെ അടിത്തറ ഇളകും. മനസ്സിലായി എനിക്ക്? ഓക്കെ, പടച്ചോനെ മറന്നുള്ള എന്റെ ഈ കളി ഉണ്ടല്ലോ, അത് നല്ലീനല്ല. കാക്ക അവിടെ പ്രസംഗിച്ച് കിട്ടണം, വണ്ടി എടുക്കും. അതെ. എന്താ വേണ്ട? ഈ മാലയിന്ന് മാറ്റണം. ഇത് പുതിയ മോഡലാണല്ലോ. വേറെ മോഡല് വാങ്ങാനാ. ഇത് മാറ്റുമ്പോ താത്ത ഒരു 2000 രൂപ നഷ്ടമായി തരാം നിങ്ങൾക്ക്. അതൊന്നും സാരമില്ല. ആ മാല ഇങ്ങട്. അല്ലല്ല, അത് അതല്ല. ഇതോ? ആ, അത്. ഇതെങ്ങനെയുണ്ട് മോനെ? ഇതെത്ര പവൻ വരും? മൂന്നര പവൻ വരും. 1200 രൂപ കൂട്ടേണ്ടി വരും. അത് പ്രശ്നമല്ല, ഇത് പാക്ക് ചെയ്തോളൂ. ശരിയല്ല. എത്ര പൈസ? 1050 രൂപ. 1000 തന്നാ മതി. ഡിസ്കൗണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നാ ശരി. പോട്ടെ. ഈ എന്തിനാ ലാഭത്തിന് നഷ്ടത്തിന് കണക്കൊക്കെ പറയേണ്ടത്? അനക്കെന്റെ പണി എന്താ നോക്കിയാൽ മതി. ഇങ്ങനെയുള്ള സ്ത്രീകളൊക്കെ ഉണ്ടായതുകൊണ്ട് ഈ സ്വർണ്ണ കച്ചവടം നിലനിന്ന് പോണ്ട്. മുഹൂർത്തം കുറിക്കുമ്പോൾ മനസ്സ് കൊതിക്കും കേരള പാരമ്പര്യ ഡിസൈനുകൾ ഫാഷൻ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ തനത് ശൈലി നിലനിർത്തുന്ന പൂത്താലി, പാലയ്ക്ക, മോതിരം, ഇളക്കത്താലി, ചക്രമാല, മണിത്താലി എന്നിവയുടെ വൻ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും പണിക്കുറവ് ഈടാക്കാത്ത മലപ്പുറത്തെ ഏക ജ്വല്ലറി ഷോറൂം. മലപ്പുറത്തിന്റെ മനം പോലെ കളങ്കമില്ല പൊന്ന്. മലപ്പുറം ഫാഷൻ ഗോൾഡ്. മനസ്സ് കീഴടക്കും സ്വർണം, മലപ്പുറത്തിന്റെ സ്വർണം. മലപ്പുറം ഫാഷൻ ഗോൾഡ്, മഞ്ചേരി റോഡ്, കുന്നമ്മൽ, മലപ്പുറം. ബ്രാഞ്ച് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. ആരാപ്പത്? സുബിമോളോ? മാഷോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ? സുഖം തന്നെ. ഉപ്പാന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാ? വിളിക്കാറില്ലേ? ആ, ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ട്. പുതിയ കാറൊക്കെ വാങ്ങിയെന്ന് അറിഞ്ഞു. ആ, വാങ്ങി. ഒക്കെ കടാണ് ബാങ്കിന്നേ. കഴിഞ്ഞ പ്രാവശ്യം ഉപ്പ നാട്ടിൽ വന്നപ്പോൾ കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പുറത്ത് ആളുകൾ കാണുന്ന സാമ്പത്തിക ചുറ്റുപാടൊന്നും ഉപ്പാക്കില്ല മോളെ. നാട്ടിൽ വന്ന് നിൽക്കാനും നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നിന്റെ കല്യാണം കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന് ഞാനാ പറഞ്ഞത്. അതിനിടയിൽ ഇങ്ങനൊരു സാമ്പത്തിക ബാധ്യത കൂടി ഉപ്പാന്റെ തലയിൽ കെട്ടിവെക്കണം. മാഷേ, അത് ഞാൻ പറയാനുള്ളിടത്തോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയൊക്കെ ഉമ്മി കാക്കയല്ലേ തീരുമാനിക്കുന്നത്.
അവരോട് ഞാൻ പറഞ്ഞാലൊന്നും കേൾക്കില്ല. എനിക്കറിയാം മോളെ, പടച്ചോനെ മറന്നുള്ള കളി എവിടെ എത്തുവാവോ. ആ പടച്ചോൻ കാക്കട്ടെ. എന്നാ മാഷേ ഞാൻ പോട്ടെ. ചെല്ലേ. ഓരോരുത്തരും അവിടെ കഷ്ടപ്പെടുക, ബാക്കിയുള്ളവരിവിടെ ധൂർത്തടിക്കുക. എന്താ പാപ്പങ്ങൾ ഒറ്റയ്ക്ക് സംസാരിക്കണേ? അതെ, ഞാൻ നമ്മളെ സുബിമോളോട് സംസാരിക്കുകയായിരുന്നു. അവർക്കൊക്കെ വല്ല കാറും ബംഗ്ലാവും ഒക്കെ ആയില്ലേ ഇപ്പോ? അന്നത്തെ കാലത്ത് ബാപ്പയും ഗൾഫിലൊക്കെ പോവായിരുന്നെങ്കിൽ നമുക്കും ആവായിരുന്നല്ലോ ആ സൗകര്യങ്ങളൊക്കെ. ബാപ്പ ഗൾഫ് പോവാത്തതിന് മോന് സങ്കടമുണ്ടോ? എന്നാ ബാപ്പയ്ക്ക് സങ്കടമില്ല. കാരണം ഒരു മനുഷ്യന്റെ ജീവിതം, മക്കളെ വളർച്ച, വിദ്യാഭ്യാസം, ഇതിലൊക്കെ ആയിരുന്നു ബാപ്പാന്റെ ശ്രദ്ധ. മുസ്തഫ അവിടെ ഇല്ലാത്തതുകൊണ്ട് അവന്റെ ഫാരീസിന്റെ കാര്യം എന്തൊക്കെയാണെന്ന് നമുക്കറിയോ? ഉമ്മമാരുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോവില്ല. ഉപ്പാര് തന്നെ വേണം വേണ്ട നേരത്ത് മക്കളുടെ കാര്യം ശ്രദ്ധിക്കാൻ. അറിയോ നിനക്ക്? അല്ല, ഞാൻ വെറുതെ പറഞ്ഞെന്നുള്ളൂ പാപ്പ. ഇപ്പൊ മനസ്സിലായോ? ആ വേണ്ടില്ലായിരുന്നു. ഹലോ ഡ്യൂട്രോസ്, ഹായ് അഞ്ജന, ഗീതു, രഘുചേട്ടൻ, ജോനാസ്, പള്ളിക്കാപ്പിൽ, വിജേഷ്, ബാബുചേട്ടൻ, ഫൈസൽ എക്സെട്രാ. ഉമ്മച്ചേ, നിങ്ങൾക്കറിയില്ല മൂസാഖാന്റെ മോനെ? എന്റെ ഇവിടെ വരണ്ടേ? ഓൻ പല നിലക്കും പൈസ ഉണ്ടാക്കുന്നുണ്ട്. 1,00,000 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ ഓൻ്റെ ബിസിനസ്സിൽ എനിക്കും കൂടാ. നിങ്ങൾ എങ്ങനെയും ഉപ്പാനോട് പറഞ്ഞിട്ട് ഒന്ന് ശരിയാക്കി തരും. ഹലോ. ആ ശരി. എന്താ അമ്മച്ചി, ഇപ്പാന്റെ ഫോണല്ലേ? ആ ഉപ്പാടെ ഫോൺ തന്നെ. എന്താ ഇപ്പ പറഞ്ഞേ? ഉപ്പ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടോല്ലേ? അതിലിത്തിരി വിഷമിക്കാൻ എന്താ? സന്തോഷിക്കല്ലേ വേണ്ടേ? മുമ്പ് വരുമ്പോലുള്ള വരവല്ല. എല്ലാം മതിയാക്കി ഒഴിവാക്കി പോരുവാന്ന്. അതെന്തിനാ? എനിക്കൊന്നും അറിഞ്ഞൂടാ. ഉപ്പാന്റെ ഓരോ ഉണ്ടല്ലായ്മ. അല്ലാണ്ട് എന്താ ഞാൻ പറയുക? എന്തായാലും നന്നായി. ഇനിയുള്ള കാലം ഇപ്പാന്റെ ഒപ്പം കഴിയാലോ. ഓ അല്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യമ്മ? നമ്മളിവിടെ പല ബാധ്യതകളും ചെയ്തു വെച്ചിട്ടുണ്ടല്ലോ. എനിക്കൊന്നും അറിഞ്ഞൂടെ പാരിസേ. അപ്പ തുടങ്ങിയത് എന്റെ കയ്യും കാലും പിറക്കല്. ഈ ബാപ്പാനെ പണ്ടാറക്കാൻ കണ്ട നേരം എപ്പോഴാ വരുന്നത് നിങ്ങൾക്കറിയോ? ഒരാഴ്ച കൊണ്ട് വരുമെന്നാ പറഞ്ഞത്. വല്ലാത്തൊരു കഥ തന്നെ. അതാണ് പറഞ്ഞത്. അനക്ക് മാണെങ്കിൽ മതി. ഇന്റെ അളിയം ഈ ആഴ്ച ഗൾഫിൽ നിന്ന് വരുന്നുണ്ട്. കയ്യിൽ 5-6 വിസയുണ്ട്. ഇപ്പത്തെ കാലത്ത് വിസ കിട്ടാനൊക്കെ വലിയ ബുദ്ധിമുട്ടാ. ഞാൻ പറഞ്ഞ പൈസ തന്നാ അനക്ക് ഗൾഫിക്ക് പോകാം. അതിനിപ്പോ എന്റെ കയ്യിലാകെ 10-20,000 ഉറുപ്പ്യല്ലേ ഉള്ളൂ. ഇജ്ജത് അഡ്വാൻസ് ആയി തന്നാടാ. ബാക്കി വിസ കിട്ടിയിട്ട് തന്നാ മതി. ഇരിക്കെ 2 ചായ. കിനാക്ക 2 ചായ എടുത്തൂടി. പഴംപൊരിക്കുള്ളതാണ്. ഞാൻ കൊണ്ടേ മുറിച്ചുകൂടി. കൊണ്ടേ കൂടി. ഓൻ്റെ എടാ വെറുതെ അല്ലടാ അവിടെ പഴംപൊരിയിലെ പഴം കാണാത്ത. ബാക്കി പൈസക്ക് സ്ഥലം പണം വെക്കേണ്ടി വരും. പിന്നെ കുറച്ച് സ്വർണ്ണുണ്ട്, അത് വിൽക്കുകയും ചെയ്യാം. അതാ നല്ലത്. അതൊക്കെ പാടം വെച്ചിക്കാണ്ട് ആ പൈസ കൊണ്ട് പിന്നെ ഗൾഫ് പോവാളെ പണിയുള്ളൂ. അവിടെ എത്തിയാ പിന്നെ പണിയില്ല. എന്താ പറഞ്ഞേ? അതല്ല, ഗൾഫിൽ എത്തോളം ബുദ്ധിമുട്ടുള്ളൂ. അവിടെ എത്തിയാ പിന്നെ ബുദ്ധിമുട്ടില്ലാന്ന് പറയണേ. അല്ലാ പടച്ചോൻ കാക്കട്ടെ. എന്നാ നേരം കളയണ്ട, ഞാൻ പൈസ എടുത്താ. പഠിച്ചോനെ മുഴുവല്ലേ? ഹൈദർമാനെ വിശ്വസിച്ചാണ് ഞാനിതൊക്കെ ചെയ്യുന്നത്. ചതിക്കരുത്. ചതിയും പഞ്ചനിയും മറ്റുള്ളവർക്ക് പറഞ്ഞിട്ടുള്ളതല്ലാന്ന് അത് എനിക്ക് മാത്രം എന്നാ പറഞ്ഞ പോലെ. എനിക്ക് കുറച്ച് തിരക്കുണ്ട്. എന്നാ പിന്നെ കാണാം. എന്നാ ഒരു കാര്യം ചെയ്യേ, ചില്ലറ ഉണ്ടെങ്കിലേ ആ ചായ പൈസ കൊടുത്താളാ. അതിപ്പോ ഞാൻ തന്നെ വണ്ടാറിറങ്ങണല്ലേ.
ഓന്റെ ഹൈദരമാനെ ആദ്യം ഗൾഫിൽ പോയി നന്നാകാൻ നോക്കും, എന്നിട്ട് പോരെ മറ്റുള്ളവരാണ് കയറ്റല്. അതെന്താപ്പത്? ഇജി പണ്ട് ഗൾഫിൽ പോയിക്കാണ്ട് കൊറേ കാലം അവിടെ നിന്നിക്കാണ്ട് അറബിനെ തിങ്ങാനിക്കാക്കിയാണ്ട് പോന്നതല്ലേ? അത് മാത്രം പറയത്. ഞാൻ ഇന്ന് വരെ ഒരാളെ മുതലും ചോദിക്കാതെ എടുത്തിട്ടില്ല, എടുക്കൂല. اوكي مع السلامة. السلام عليكم. عبد الرحمن تعال. أنا داير برا، أنت خليه يجي لي هنا. ഇയാളിത് എന്തൊക്കെയാ പറഞ്ഞത്? കുറച്ചെടുത്ത് നാട്ടിൽ അയക്കാം. السلام عليكم. അറബിയെ കുറച്ച് പൈസ എടുത്തു പോകണം. ما في مشكلة ما في مشكلة. അല്ല, അറബിക്ക് മലയാളം അറിയാത്തോണ്ടും എനിക്ക് അറബി അറിയാത്തോണ്ടും കഴിച്ചായി. അബ്ദുറഹ്മാനെ, അറബിക്ക് മലയാളം അറിയാത്തോണ്ട് അനക്ക് അറബിനെ പറ്റിക്കാൻ പറ്റി. അവസാനം അറബിക്ക് മനസ്സിലായി മേശയിന്ന് പൈസ പോണുണ്ട്. ഇതല്ല സത്യം. മോളെ, ഇപ്പൊ എന്റെ കുട്ടിക്ക് സുഖം തന്നെയല്ലേ? ഇപ്പാക്ക് സുഖം തന്നെ മോളെ. മോളെ സുബി, ഉമ്മയും പാരിസൊക്കെ എവിടെ? ഓലൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. മോളെ, മോളുടെ പഠിപ്പൊക്കെ എവിടെ എത്തി? അടുത്ത മാസം എക്സാം ആണിപ്പാ. പാസ്സാവൂലേ മോളെ? പിന്നല്ലാതെ. അത് അവിടെ ചാളി. കാശ് എത്ര മോനെ? അത് 450 റുപ്യ നാളെ. എല്ലാം മതിയാക്കി പോന്നിരിക്കും. ശരി, ഞാൻ പോട്ടെ. എന്താ കയറു എന്റെ മുഖത്തൊരു തെളിച്ചല്ലായ്മ? വല്ല അസുഖവും? ഓ, ഒന്നുമില്ല. അല്ലാ, ആരിത്? പാരിസ് മോനോ? എവിടെയായിരുന്നു ഇതുവരെ? ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ആരുതാ മോനെ കാറ്? ഞമ്മള് തന്നെ. ഞമ്മളതോ? ആ. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ. അറിയിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അങ്ങോട്ട് വിട്ടു. നടക്കി, എനിക്കൊന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കണം. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം കേരാമൃത്. മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക്. അന്നും ഇന്നും എന്നും കേരാമൃത്. കേരാമൃത് ശുദ്ധമായ വെളിച്ചെണ്ണ. ചെമ്മൻകടവ്, മലപ്പുറം. ഫോൺ 048327794778. ഒരു കോഡൂർ സഹകരണ ബാങ്ക് ഉൽപ്പന്നം. അല്ല, നിങ്ങളെന്താ പെട്ടെന്ന് ഒഴിവാക്കി പോന്നത്? ഒന്നും ഉണ്ടായിട്ടല്ല, 10-20 വർഷമായില്ലേ, പിന്നെ പ്രായമായി. എന്നാലും പെട്ടെന്ന് ഒഴിഞ്ഞു പോരാന്ന് വെച്ചാല്? ജോലി സ്ഥലത്തെ 1-2 വട്ടം തലയിറങ്ങി വീണു. ഞാനത് അത്ര ഇങ്ങോട്ട് കാര്യാക്കിയില്ല. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോ നാട്ടിൽ പോയി ചികിത്സിച്ചാ മതി എന്നാ പറഞ്ഞത്. അങ്ങനെ ബേജാറാകാനൊന്നുമില്ല. സത്യത്തിൽ ലീവിന് വരാന്നാണ് കരുതിയത്. പിന്നെ കൂട്ടുകാരെല്ലാരും പറഞ്ഞു നാട്ടിൽ പോയിക്കൂടെ, 10-20 കൊല്ലായില്ലേ, അതാ നല്ലതെന്ന്. അനക്ക് സന്തോഷായില്ലേ? സന്തോഷം. ഒരു മോള് വളർന്ന് വലുതായി വരുന്നുണ്ട്, അത് നിങ്ങൾ ഓർത്താ? എല്ലാം എനിക്ക് അറിയുണ്ട് ഖൈറു. പിന്നെ നമ്മുടെ ചെലവ്, അത് ഓരോ മാസം എത്രയുണ്ട് നിങ്ങൾക്ക് അറിയുവാ? അതിനൊന്നും ഇപ്പൊ ഖൈറു ഈ ബേജാറാകണ്ട.
സുബീനെ കെട്ടിക്കാനുള്ള പൈസയൊക്കെ എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഫാരിസിന്റെ കാര്യമൊക്കെ ഞാൻ അവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. ആ, ഞാൻ ചോദിക്കാൻ മറന്നു, ആ കാറ് വാങ്ങാനുള്ള പൈസ എവിടുന്നാ? അതെ, അത് മുഴുവൻ പൈസയും കൊടുത്തിട്ടില്ല, അടവിനെടുത്തതാ. ബാങ്കിൽ കുറച്ച് കുറച്ച് അടച്ചു കൊടുത്താ മതി. എന്നാലും അതൊന്നും വേണ്ടിയിരുന്നില്ല. മൂന്ന് വർഷം കൊണ്ട് എന്തെല്ലാം മാറ്റങ്ങളാ. നമ്മുടെ കുട്ടിക്കാലത്ത് എങ്ങനെ കടന്ന പുഴ ഇപ്പൊ കണ്ടോ, ചളിയും മണ്ണും. എങ്ങനെ ഇല്ലാണ്ടിരിക്കും? നിങ്ങളെപ്പോലുള്ള ഗൾഫുകാർ ഇവിടെ കോംപ്ലക്സും ബിൽഡിങ്ങും ഒക്കെ ഉണ്ടാക്കല്ലേ? അതിനൊക്കെ മണൽ വേണ്ടേ മുസ്തഫ? അല്ല, അതും ശരിയാണ്, മണലിന് മണൽ തന്നെ വേണ്ടേ? ആ, അതാണ് പറഞ്ഞത്. ആവൂ, ഈ ഒരു സുഖം നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുള്ളൂ കേട്ടോ. അതല്ല മുസ്തഫ, ഇനി എന്താ എന്റെ ഭാവി പരിപാടി? ഇനി എന്ത് പരിപാടി? ഉള്ള കാലം കുടുംബത്തിന്റെ കൂടെ അങ്ങോട്ട് ജീവിക്കുക. ജീവിച്ചാൽ മാത്രം മതിയോ? അനക്കതിനുള്ള വക വേണ്ടേ? മോളെ കല്യാണം അത് ഈ വർഷം തന്നെ അങ്ങോട്ട് നടത്തണം. പിന്നെ മോനെ പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞയക്കണം. അതിനുള്ള വഴിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ഏകദേശമൊക്കെ ഒരു വക എൻ്റെ കയ്യിലുണ്ട്. എങ്ങനെ പിടിച്ചു നിൽക്കാനാ? എൻ്റെ വീട്ടിലെ ചിലവ് എത്രയാണെന്ന് അനക്കറിയോ? എൻ്റെ ഭാര്യൻ്റെയും മകൻ്റെയും ചിലവ് എത്രയാണെന്ന് ഈ അന്വേഷിക്കാറുണ്ടോ? അല്ലെങ്കിലും എൻ്റെ ഭാര്യനെയും മക്കളിനെയും കുറിച്ച് അനക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതൊന്നും ഇജ്ജ് വിചാരിക്കും പോലെ അല്ല സലാമേ. ആ, അതൊക്കെ അനക്ക് പിന്നീട് മനസ്സിലാവും. അളിയൻ വരുന്നുണ്ട്. അല്ല, ആരത് അദ്രൈമാനോ? അല്ല അളിയ, എന്താ അളിയന് പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല അദ്രൈമാനെ. അല്ല, കണ്ണും മോറും കണ്ടാ തന്നെ അറിയാം. ഇരിക്കന്റെ അദ്രൈമാനെ, എനിക്കൊന്നും പറ്റിയിട്ടില്ല. ആ, ചായ കുടിച്ചേ? ആ, ഞാൻ വന്നപ്പോഴേ ചായ കുടിച്ചു. ഞാൻ അളിയന്റെ ഒപ്പം വന്നിട്ട് ചായയും കടിയും കൂട്ടി കുടിച്ചാന്ന് വിചാരിച്ചു. അളിയന് ഗൾഫിക്ക് പോണില്ലാന്ന് കേട്ടു, ശരിയാ? ആ, അതെ ശരിയാ, പോണില്ല. എന്തേ? പ്രായമായി വരല്ലേ അദ്രൈമാനെ. ഇങ്ങോട്ട് വാ. അല്ലെങ്കിലും ഗൾഫ് സമ്പാദിക്കാട്ടിന് പൈസ നാട്ടിൽ സമ്പാദിക്കാം, അതിനുള്ള വഴി എൻ്റെ അടുത്തുണ്ടെന്ന് അളിയനെ അറിയോ? നമ്മളെ അംസാജിന്റെ മോന് സലീം ആകെ 1 ലക്ഷം അവൻ്റെ കണ്ടതിനുള്ളൂ. ആ സംഖ്യ വാങ്ങി ഞാനൊരു സ്ഥലത്തിന് അഡ്വാൻസ് കൊടുത്തു. 20 ദിവസത്തിനുള്ളിൽ അത് മറിച്ചു വിറ്റു. 5 ലക്ഷം ഉറുപ്പിയാണ് ലാഭം കിട്ടിയതെന്ന്. അല്ല, അങ്ങനെ വല്ല ലാഭം കിട്ടുന്ന സ്ഥലവും എൻ്റെ അടുത്തുണ്ടോ? അങ്ങനെയാണ് ചോദിക്കണ്ട അളിയാ. ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ, എൻ്റെ അടുത്തുള്ള കാശൊന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവൂല. സുബീനെ കെട്ടിക്കാനുള്ള കുറച്ച് കാശ് എൻ്റെ അടുക്കുണ്ട്, അത് മാത്രമേ എൻ്റെ അടുത്തുള്ളൂ. അത് മതി അളിയാ. ഇന്ത്യക്ക് ഒരു നമ്പർ ഉണ്ട് നമ്മളെ പോയിന്റ് അടുത്ത്, അതും കുറ്റിക്ക് തന്നെ. ഇപ്പോൾക്ക് 3 ലക്ഷം കൊടുത്താൽ മതി, ബാക്കി പൈസ 6 മാസം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. അപ്പോ തന്നെ നമുക്ക് മറിച്ച് വെക്കാൻ അതിനുള്ള ആൾ ഇന്ത്യ അടുത്തുണ്ട്. ആയിക്കോട്ടെ, എന്നാലും സുബീനെ കെട്ടിക്കണ സമയത്ത് എനിക്ക് എന്റെ പൈസ അങ്ങോട്ട് കിട്ടിയാ മതി. എന്നാ പിന്നെ നമുക്ക് കച്ചവടം ഉറപ്പിച്ചാലോ? ഇന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ഞാൻ പോയിട്ട് വരാം. അങ്ങനെ ആട്ടെ. ആരാ പോണു? സുബിയാണല്ലോ. ഏയ് സുബി,
സുബി എവിടുന്ന വരുന്നത്? കോളേജിൽ നിന്നായിരിക്കുമല്ലേ? ആ അതെ. ഉപ്പൊക്കെ വന്നിരിക്കുന്നു അല്ലേ? ഞങ്ങൾക്കൊന്നും ഒന്നുമില്ലേ? ഉപ്പ അസുഖമായിട്ടാണ് വന്നിരിക്കുന്നത്. കല്യാണമൊക്കെ ഉണ്ടാവൂലേ? കല്യാണമൊക്കെ ഉണ്ടാവുമ്പോ പറയണം കേട്ടോ. കല്യാണത്തിനൊന്നും എനിക്ക് താല്പര്യമില്ല. എനിക്ക് തുടർന്ന് പഠിക്കണം. പക്ഷേ പാപ്പാക്ക് അങ്ങനെയല്ല. പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞു ഗവൺമെന്റ് ജോലി ഇപ്പോഴും എന്റെ സ്വപ്ന. കുറെ പഠിച്ചതൊന്നും വലിയ കാര്യമില്ല. ഒക്കെ ശരിയാവും. എന്നാ സുബി ഞാൻ പോട്ടെ. ശരി. വണ്ടിന്റെ അടവടയ്ക്കണം, അതിന് കുറച്ച് പണം വേണം. ഇതെന്താണ് ഈ പൈസ പൈസ എന്നിങ്ങനെ പറയണത്? എവിടുന്ന് എടുത്തു കണ്ടാണ് നീ ചോദിക്കുമ്പോ പൈസ എങ്ങനെ എടുത്തു തരണത്? ഞാൻ നിങ്ങളോടല്ലാണ്ട് വേറെ പിന്നെ ആരോടെ പൈസ ചോദിക്കുക? എന്നോട് ചോദിച്ചിട്ടല്ലല്ലോ ഇജ്ജ് വണ്ടി വാങ്ങിയത്. ഇജ്ജും പാരിസും പാടെ എന്തെങ്കിലൊക്കെ അങ്ങോട്ട് തീരുമാനിക്കൂ. രാവിലെ മുതൽ കാറും കൊണ്ട് കറങ്ങാന്നല്ലാതെ ഓനെ കൊണ്ടൊക്കെ എന്തിനാ പറ്റുക? ഓന്റെ പ്രായത്തിലുള്ള കുട്ടികളെ ഓല പൊരയിലെ ചെലവ് ഓല നടത്തണത്. ഞാൻ ഓന്റെ ചില കളികളെ ഞാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല. നിങ്ങളത് പറഞ്ഞോണ്ട് നിന്നോളി. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. ആരാ? ഞമ്മള് ബ്രോക്കർ കുഞ്ഞാലുവി. അല്ലറ ചില്ലറ കല്യാണം ഉണ്ടാക്കാൻ ജീവിച്ചു പോണ്. ഞമ്മളെ മോക്ക് കല്യാണമൊക്കെ വേണ്ടേ? നല്ലൊരു ആലോചന ഉണ്ട്. കല്യാണത്തിനെ പറ്റിയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. അല്ല, എവിടുന്നാ? ഞമ്മളെ പുത്തമ്പരക്കല് അവറാനാജിന്റെ പേരക്കുട്ടിയെ സെയ്താലിന്റെ മോനെ. പഴയ തറവാട്ടുകാരല്ലേ? അല്ല, പുത്തമ്പരക്കാരൊക്കെ വലിയ ആൾക്കാരല്ലേ? എത്രയാ അവരൊക്കെ ചോദിക്കുക? ഓൾക്ക് പെണ്ണല്ല ചൊറുക്കും വേണം. അത് നമ്മളെ കുട്ടിക്കുണ്ടല്ലോ. പിന്നെ പൊന്നും പൈസയും ഒരു മോശമില്ലാത്ത രൂപത്തിൽ നിങ്ങളെ കുട്ടിക്ക് കൊടുക്കുമല്ലോ. ദേ നിങ്ങളിങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ടൊന്ന് വന്നേ. എന്താ ഹെയറോ? അത് ഞമ്മക്ക് അങ്ങോട്ട് നടത്തണം. പൈസയും പടക്കം അങ്ങോട്ട് കൂട്ടിയേ കൂടുമല്ലോ. പുത്തമ്പരക്കാരോടൊന്നും ഒരു കെട്ട് വന്നല്ല, അത് തന്നെ നമ്മുടെ ഒരു ഭാഗ്യല്ലേ. അങ്ങനെ പറഞ്ഞു കൊടുക്കും താത്ത. എന്നാ നിങ്ങളങ്ങ് നടക്കുക. ആയിക്കോട്ടെ, ശരി. ഞമ്മളൊന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് വിവരം അറിയിക്കാം. എന്നാ ശരി, എന്നാ ശരി. അല്ല ഹൈറു, അതിനിപ്പോ പൈസ വേണ്ടി വരുമല്ലോ. ഞാൻ നമ്മുടെ അദ്രൈമാൻ ഒന്ന് കാണട്ടെ. അദ്രൈമാനെ, അദ്രൈമാൻ എവിടേക്ക്? ആരിത്? അളിയനോ? അറിഞ്ഞില്ലേ സുബിയുടെ കല്യാണ കാര്യം? വലിയ തറവാട്ടുകാരാണ്. ആ പൈസ എങ്ങനെയെങ്കിലും കിട്ടണം. അതിപ്പോ ഇത്ര പെട്ടെന്ന് പറഞ്ഞാലിപ്പോ അദ്രൈമാൻ ആകെ കൂടെ എന്റെ അടുത്തുള്ള പൈസയാണത്. ഒരു മാസം കൊണ്ട് അതിന് ലാഭം തരാന്ന് പറഞ്ഞതല്ലേ? ഇപ്പൊ 2-3 മാസായി. ഇതെന്റെ മറ്റേ കളി പിന്നെ എന്നോട് കളിക്കല്ലേ? അത് നമുക്ക് വേണ്ട മാതിരി ചെയ്യാൻ. ഈ അളിയന്റെ ഒരു തമാശ. ഞാനില്ല ഇവിടെ ഉള്ളത്. അളിയൻ ധൈര്യമായിട്ട് വീട്ടിക്ക് പോയിക്കോ, ഞാൻ വീട്ടിക്ക് വരാം. തൽക്കാലം തടി സലാമത്തായി. മുഹൂർത്തം കുറിക്കുമ്പോൾ മനസ്സ് കൊതിക്കും കേരള പാരമ്പര്യ ഡിസൈനുകൾ ഫാഷൻ ഗോൾഡിന്റെ മാത്രം പ്രത്യേകതയാണ്. കേരളത്തിന്റെ തനത് ശൈലി നിലനിർത്തുന്ന പൂത്താലി, പാലയ്ക്ക, മോതിരം, ഇളക്കത്താലി, ചക്രമാല, മണിത്താലി എന്നിവയുടെ വൻ കളക്ഷൻസ് ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സ്വർണ്ണാഭരണങ്ങളിൽ നിന്നും പണിക്കുറവ് ഈടാക്കാത്ത മലപ്പുറത്തെ ഏക ജ്വല്ലറി ഷോറൂം. മലപ്പുറത്തിന്റെ മനം പോലെ കളങ്കമില്ല പൊന്ന്. മലപ്പുറം ഫാഷൻ ഗോൾഡ്. മനസ്സ് കീഴടക്കും സ്വർണം, മലപ്പുറത്തിന്റെ സ്വർണം. മലപ്പുറം ഫാഷൻ ഗോൾഡ്, മഞ്ചേരി റോഡ്, കുന്നമ്മൽ, മലപ്പുറം. ബ്രാഞ്ച് കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്. ബാപ്പുട്ടിക്ക, ഒരു ബിരിയാണി ചോറ് നാളെ വക കിട്ടിയിരിക്കണേ. അനക്കിപ്പോ എന്താ പുതിയ കോൾ കിട്ടിയത്? നമ്മളെ ഗൾഫാർ മുസ്തഫാന്റെ മകളെ കല്യാണം ശരിയായി വരുന്നുണ്ടേ. ഇവിടെ അന്നൊന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. എന്തേപ്പത്? അല്ല, ഇജൊരു കല്യാണം കൊടുത്തുക്കണല്ലേ ഇന്റെ പെങ്ങളുട്ടിക്ക്? ഞങ്ങളെ എന്താപ്പത് സ്റ്റാറ്റസ് എന്താ അറിയാ എനിക്ക്? അതിനിപ്പോ എന്താ? അന്റെ അളിയന്റെ മേലല്ലേ പുത്തമ്പരക്കാര്? അത് പണ്ട്. ഇപ്പന്റെ അളിയന്റെ അടുത്ത് പൂത്ത പൈസ ഉണ്ട്. ഇജ്ജ് പറയണ പോലല്ല. അന്റെ അളിയന് പെങ്ങക്ക് 100 വട്ടം സമ്മത. ഇജ്ജെന്തിനാ ചാടി കളിച്ചേന്? ഞാൻ എന്തിനാ ചാടി കളിക്കണം എനിക്കറിയണോ? ഇങ്ങോട്ട് വാ. അതെ, അന്റെ അളിയനും പെങ്ങളൊന്നല്ലല്ലോ, എന്റെ അളിയനും പെങ്ങളോ. ഇത് കല്യാണത്തിൽ നിന്ന് മാറിക്കാളാം. 100 ഉലുവറ്റി വന്നിക്കണ്. കല്യാണം മുടക്കാം. ഇജ്ജത് പൊയ്ക്കാൻ കിടന്ന്. എനിക്കിപ്പോ 100 രൂപ പോരാ? 100 പോരാ.
ഞാനും മാഷും കൂടി ബ്രോക്കർ കുഞ്ഞലവി പറഞ്ഞ വീട്ടിൽ പോവുകയാണ്. കാര്യങ്ങളാണ്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വാക്ക് കൊടുക്കും. കല്യാണത്തിന് വീടൊക്കെ ഒന്ന് പെയിന്റ് അടിക്കണം. ഇപ്പൊ അതിനൊന്നുള്ള കാശ് എൻ്റെ അടുത്തില്ല. കഴിഞ്ഞ വരവിനല്ലേ പെയിന്റ് അടിച്ചിട്ടുള്ളൂ. എന്ത് പറഞ്ഞാലും പൈസ ഇല്ല. നിങ്ങളല്ലാണ്ട് പിന്നെ പൊരയിലെ കാര്യം ആരാ നോക്കുക? നിങ്ങളൊന്ന് മിണ്ടായിരിക്കുമാ. വരെയുള്ള കാര്യം നീ നടത്തിക്കൊണ്ടാണ് ഈ കോലത്തിലായത്. ഈ വീട്ടിൽ ഒരു മാസത്തെ ചെലവ് എത്രയാണെന്ന് എനിക്കറിയോ? ആവശ്യത്തിനും അനാവശ്യത്തിനും കറണ്ട് ഉപയോഗിക്കുക. ഫോണിന്റെ ബില്ല് ഒരു മാസം എത്ര വരാറുണ്ടെന്ന് ഇത് നോക്കിയിട്ടുണ്ടോ? ഇവന് വണ്ടി കറങ്ങാനായിട്ട് എവിടുന്നാണ് കാശ്? ഇവന് വല്ല വരുമാനമുണ്ടോ? തൽക്കാലം നമുക്ക് ആ വണ്ടി അങ്ങോട്ട് വിൽക്കാം. ആ മാഷ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു മൂപ്പിച്ചിട്ട് അപ്പം ഇങ്ങനെ പറയണ്ട്. മാഷ് പറഞ്ഞിരുന്നു, അന്നൊന്നും ഞാനത് കേട്ടില്ല. ഇപ്പൊ എനിക്കത് നേരിട്ട് ബോധ്യായി. പിന്നെ ഞാനും മാഷുമായിട്ടുള്ള ബന്ധം അത് ഇന്നൊന്നിലും തുടങ്ങിയതൊന്നുമല്ല. അത് നിങ്ങളാരും പറഞ്ഞാലും നിർത്താനും പോണില്ല. എന്നാ അങ്ങക്കറിയോ, എന്റെ ബാപ്പ ഈ പൊയ്യാലെ തോണിക്കാരനായിരുന്നു. കാറും കോളും നിറഞ്ഞൊരു രാത്രിയില് തോണി കൊണ്ടുപോയ ബാപ്പ പിന്നെ പിറ്റേന്ന് ബാപ്പാന്റെ മയ്യത്താണ് ഞാൻ കണ്ടത്. അന്ന് വയസ്സെനിക്ക് 5 ആയിരുന്നു. ആരോരുമില്ലാത്ത എന്നെ എടുത്തു വളർത്തിയത് ഈ മാളുടെ ബാപ്പയായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ഞങ്ങൾ തമ്മിലുള്ള ഈ ബന്ധം. അത് പെങ്ങളല്ല, ആര് പറഞ്ഞാലും നിർത്താനും പോണില്ല. കുഞ്ഞൽവിയെ, ഇന്റെ മൂത്തോൻ കെട്ടിയത് ഏതാണെന്ന് എനിക്കറിയോ? കാസർകോട്ടെന്ന്. ഒരു വലിയ തറവാട്ടേരാ. ഒരു കാറും 200 പവനാ ഒരു കൊടുത്തത്. അല്ല, ഇവരെ കൊണ്ട് അതൊന്നും തരാൻ കഴിയൂലെന്ന് എനിക്കറിയാം. അതൊക്കെ വേണ്ട മാതിരി ഓല് ചെയ്തോളുന്നേ. എന്താപ്പ കാട്ടുക? ചെക്കനാണെങ്കിൽ പെണ്ണിന്റെ മൊഞ്ച് കണ്ടിട്ട് അതിലങ്ങോട്ട് വീണു. ഇപ്പത്തെ കാലല്ലേ. ആ നോക്കുക. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ഒക്കെ പറഞ്ഞതുപോലെ. മുസ്തഫക്ക, നിങ്ങൾ നടക്ക്. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ഓല് പോയോ? അല്ലോ കൊടിയും പോയോ? വീട്ടിൽ പൂർണ്ണല്ലോ. അല്ല, എവിടെ എത്തിയാവോ? അവിടെ എന്താ? അപ്പൊ ഒക്കെ ഓക്കെ അല്ലേ? അപ്പൊ ഒക്കെ പറഞ്ഞ മാതിരി 21-ാം തീയതിയാണ് കല്യാണം. നിങ്ങൾ അതിന്റെ ചുറ്റുപാടത്തെ നോക്കിക്കോളി. അപ്പൊ ഞാനങ്ങട്ട് അല്ല, അതൊന്നും വേണ്ടേ അല്ലേ? എന്നാ ശരി, എന്നാ ഓക്കെ ശരി. എന്താ സലാമേ അനക്കൊരു താല്പര്യക്കുറവ്? അങ്ങനൊന്നുമില്ല. എന്നാലും നമ്മളെയും അവരും ചുറ്റുപാടേ. ആ ചിലപ്പോ എന്റെ തോന്നലാവട്ടോ. എല്ലാം പടച്ചോന്റെ വിധി പോലെ നടക്കട്ടെ അല്ലേ? ഞാനും അത്രേ കരുതിയിട്ടുള്ളൂ. എന്നാ ഞാൻ പോട്ടെ സലാമേ, പിന്നെ കാണാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. കല്യാണം മുടക്കാം ഇന്റെ അടുത്തൊക്കെ വരുന്നേ. ആ കളിന്റെ അടുത്ത് നടക്കൂല. എന്റെ അളിയൻ അദ്രൈമാൻ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടോ? ഇന്നിപ്പോ ഞാൻ കണ്ടിട്ടില്ല. അല്ല, ഇജ്ജ് എവിടെയെങ്കിലും കണ്ടീനോ? ആ ചീട്ടളി പറമ്പിലുണ്ടാവും. അവിടെ എപ്പോഴും ഉണ്ടാവല്ലേ. നിങ്ങളിപ്പോ 2-3 ദിവസം എങ്ങനെ അന്വേഷിച്ചു വരുന്നു? എന്താ സംഭവം? ഒന്നുമില്ല. എന്നാലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമല്ലോ. ഓ മുഖാന്തരം അന്ന് പോയമ്പക്കത്തുള്ള സ്ഥലത്തിന് പൈസ കൊടുത്തിരുന്നു. പൈസക്ക് ആവശ്യം ഉണ്ടാവുമ്പോ പെട്ടെന്ന് വിൽക്കാന്നാണ് ഓൻ പറഞ്ഞത്. ഇപ്പൊ പൈസ ഇല്ല. കാണാൻ മുസ്തഫാക്ക അളയനാ നിങ്ങളെയും ഓൻ പറ്റിച്ചോ? ഇന്നാളിതുപോലെ 2-3 പാർട്ടിക്കാരൻ ഓലെ പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിച്ച ആളാണോ അവന്? നിങ്ങൾ വേറൊരു കാര്യം മനസ്സിലാക്കണം. അത് പുഴയിലെ പുറമ്പോക്ക് ഭൂമിയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിക്കോളി. നിങ്ങളെ മോളെ കല്യാണത്തിനുണ്ടല്ലോ, വേറെ എന്തെങ്കിലും മാർഗം നോക്കിക്കോളി. നാട്ടുകാരെ പറ്റിച്ച് ഇപ്പൊ സ്വന്തം അളിയനും പറ്റിച്ചു. അതാണ് സത്യം. നിർത്ത്. ആ കായങ്ങനെ കൊടുക്ക്. അല്ല, ആഹാ പടച്ചറബില്ലായ തമ്പുരാനെ. നോക്കിക്കാട്ട് ഇങ്ങോട്ട് ബാ മനുഷ്യനെ. ഇങ്ങോട്ട് കേറ്. അല്ല മനുഷ്യനെ, നിങ്ങൾ എന്ത് പേക്കൂട്ടായി കാണിക്കണത്? ആമിന, ഇജ്ജ് പറഞ്ഞതുപോലെ തന്നെ ഇത് പോളിഷ് ഒന്നുമല്ല, ഒറിജിനല. അതല്ലേ മനുഷ്യൻ നമ്മള് പറഞ്ഞത്. നല്ല ഈടും മൊഞ്ചും വിലക്കുറവുള്ള ഫർണിച്ചർ വാങ്ങണമെങ്കിൽ KRC തന്നെ പോണോന്ന്. നിന്റെ സെലക്ഷൻ സൂപ്പറായി. എന്റെ സെലക്ഷനാണ് പാളി. KRS കരുത്തുറ്റത്, രാജകീയമായത്, സുന്ദരമായത്. KRS ഫർണിച്ചർ, തിരൂർ റോഡ്, കോട്ടപ്പടി, മലപ്പുറം.
അതന്നെ. റമ്മിയെങ്കിൽ റമ്മി. വെക്ക് വെക്ക്. 1 2 4 ഇന്ന് പെടുന്നാ തോന്നണ. അത്രയും മതി. എന്നോടത് വേണ്ടിയിരുന്നില്ല എനിക്ക്. എന്താ പ്രശ്നം? എന്താ ഈ നായി ചെയ്ത പണി എന്താണെന്ന് നിങ്ങൾക്കറിയോ? എന്റെ മോളെ കെട്ടിക്കാനുള്ള പൈസ ഞാൻ ഈ കുതിരക്ക് എടുത്തു കൊടുത്ത്. എടാ എന്റെ പെങ്ങളുട്ടിയല്ലടാ ഓള്. ഇനി അവരോട് ഞാൻ എന്താ പറയാ? എന്തിനമ്മ പരിഹാരം ഉണ്ടാക്കാം? എന്ത് പരിഹാരം? എന്റെ മോളോട് ഞാൻ എന്താ പറയാ? എന്താ പറയാ? എന്റെ കൂടപ്പുറപ്പിനെ പോലെ അല്ലായിരുന്നു അടച്ച്. അനക്ക് എങ്ങനെയാണ് എന്നോട് ചെയ്യാൻ തോന്നിയത്? എന്റെ പഠിച്ചോനെ, എന്താ ഞാൻ ചെയ്യും? മുസ്തഫ, എന്താ മുസ്തഫ ഇവിടെ വന്നിരിക്കുന്നത്? വീട്ടിൽ ചെന്ന് അന്വേഷിച്ചപ്പം അവിടെയും കണ്ടില്ല. എന്റെ വിഷമം ഞാൻ ആരോട് പറയും സലാമേ? എന്തിനൊരു പരിഹാരം ഉണ്ടല്ലോ. ഇവിടെ വന്നിങ്ങനെ ഇരുന്നോണ്ട് ഒരു കാര്യമില്ല. എന്റെ മോളെ കല്യാണക്കാരി ആലോചിക്കുമ്പോ ഒരു സമാധാനമില്ല. ഹൈറും പാരിസും ആണെങ്കിൽ അതങ്ങനെ. ആകെ കൂടിയുള്ള ഒരു സമാധാനം എന്റെ മോളാ. അവളെ കല്യാണമാണെങ്കിൽ നല്ല നിലയ്ക്ക് നടത്താനും കഴിഞ്ഞില്ല. പഠിച്ചോൻ എന്തിനായിട്ടേക്കിന് പരീക്ഷിക്കണം? അന്റെ വിഷമം പഠിച്ചോൻ കാണും, പരിഹരിക്കും മുസ്തഫ. ഞാൻ ഇന്നുവരെ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ കുട്ടിന്റെ കാര്യമാണ് ഞാൻ നോക്കണത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇഷ്ടണ്ട് സ്വീകരിക്കുക. അന്റെ മോളെ നിന്റെ മോന് തന്നേക്ക്. ഞാൻ നിന്റെ മോളെ പോലെ നോക്കിക്കോളാം. അനക്ക് സമ്മതമാണെങ്കിൽ മാത്രം. എന്താ സലാമേ, എനിക്ക് സമ്മതമില്ലാന്ന്? എന്റെ റബ്ബേ, എന്റെ എപ്പോഴത്തെ അവസ്ഥ നീ മാത്രമാണല്ലോ സലാമെ കണ്ടത്. ആരത് ഇവിടെ എവിടുന്ന് വെച്ച് അളിയൻ ഇല്ല, ഞാൻ മതിയായിരുന്നു. എറുമ്പ അല്ല അദ്രമാനാ? അല്ല താത്ത, അളിയന്റെ അവിടെ. അദ്രമാൻ എന്ത് പണിയാ ചെയ്തത്? ഞാൻ താത്താനോട് ചോദിക്കാം, താത്ത എന്ത് പണിയപ്പോ ചെയ്തത്? ചക്കക്കുരു. അല്ല താത്ത, എനിക്ക് പറഞ്ഞ മാതിരി അളിയന്റെ മാതിരി തീരെ വിവരമില്ലാതെ ഇപ്പൊ പെട്ടെന്ന് സ്ഥലം വിറ്റാ വല്ല ലാഭം കിട്ടുമോ? ഇനിയിപ്പൊ ഇത് പെട്ടെന്ന് ബുക്കാൻ പറഞ്ഞ ഞാനത് ബുക്കോ? ഇങ്ങക്ക് 10 ഉറുപ്പ്യ കിട്ടണം എന്നല്ല എന്റെ മനസ്സിലുള്ളത്. ഇജോ എന്റെ മക്കളും കാറിലും വലിയ ബംഗ്ലാവിലൊക്കെ ഇങ്ങനെ താമസിക്കുമ്പോ ഞമ്മക്ക് സന്തോഷല്ലേന്ന്. എന്നാ അതൊന്നും എനിക്കറിയില്ല. അളിയൻ വന്നോ? തക്കാളി താത്ത, ഞാൻ പിന്നെ വരാം. ഒന്ന് വാതില് തുറക്ക്. ആ ദാ വരുന്ന്. ഒന്നങ്ങോട്ട് വന്നേ. ദാ വരുന്ന്. ആഹാ, എന്താ മനുഷ്യ, നിങ്ങള് പോയതുപോലെ അല്ലല്ലോ പറഞ്ഞത്. എന്താ മുഖത്തൊരു സന്തോഷം? നിങ്ങള് വരി. സന്തോഷം ഇല്ലാതിരിക്കുവോ? എന്താപ്പ അത്? സലാം എന്നോടൊരു കാര്യം പറഞ്ഞു. അപ്പോഴാ എനിക്ക് സമാധാനായത്.
എന്താ ഇപ്പൊ സമാധാനമുള്ള വർത്താനം മാഷ് പറഞ്ഞത്? സുബിമോളെ സലാമിന്റെ മോനെ കൊണ്ട് കെട്ടിക്കാന്ന്. എന്നിട്ട് നിങ്ങളെന്താ പറഞ്ഞേ? നിലമില്ലാത്ത വെള്ളത്തിൽ മുങ്ങിത്താഴ്ന്ന എനിക്ക് ഒരു കച്ചിത്തുരുമ്പായിരുന്നു സലാമിന്റെ വാക്കുകൾ. അല്ല, നിങ്ങൾ എന്നിട്ട് സമ്മതിച്ചാ? 1000 വട്ടം സമ്മതാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു. എന്നാലേ എനിക്ക് അതിന് സമ്മതല്ല. നിങ്ങൾ എന്ത് കണ്ടിട്ടാ സമ്മതിച്ചേ? എന്റെ മോളെ ആ ചെറിയ പുറയിലൊക്കെ പറഞ്ഞേക്കാ. എന്താ കയറൊച്ചിങ്ങനെ പറയണത്? എന്താ അവനൊരു കുഴപ്പം? വിദ്യാഭ്യാസം ഇല്ലേ? തൊഴിലില്ലേ? 5-10 നിസ്കാരല്ലേ? വിദ്യാഭ്യാസം നിങ്ങൾ വിദ്യാഭ്യാസം നോക്കി നടന്നോളി. അല്ല പിന്നെ മോനെ ഫാരിസേ, അനക്ക് കേക്കണ? എന്റെ വാപ്പാ എന്റെ പെങ്ങക്കൊരു കല്യാണാലോചനയിട്ട് വന്നിരിക്കുന്നു. ആരാണെന്ന് എനക്കറിയുവാ? ആ മാഷിന്റെ മോന്. എന്തപ്പാ നിങ്ങൾക്ക് തീരെ അന്തഞ്ചേ? നമ്മളെ സ്റ്റാറ്റസ് നമുക്ക് നോക്കണ്ടേ? അതേടാ, ബാപ്പാക്ക് അന്തല്ലായിരുന്നു, ഇപ്പൊ കുറച്ച് അന്തം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. നോക്കി, നിങ്ങൾ ഓന്റെ മെക്കിട്ട് കയറണ്ട. എന്ത് വന്നാലും ഈ കല്യാണത്തിന് എനിക്ക് സമ്മതല്ല. അത് ഇജ്ജല്ലേ തീരുമാനിക്കേണ്ടത്. എന്റെ മോക്ക് ഓനെ ഇഷ്ടാണെങ്കിൽ, അത് മേലുള്ള തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് അങ്ങോട്ട് നടത്തുകയും ചെയ്യും, ഇജ്ജ് കൂടെ ചെയ്യും. ഓ, ഇനി ഇങ്ങോട്ട് വാടാ പാരിസേ. മോളെ, ഈ പറയണതല്ല ഇജ്ജ് കേട്ടതല്ലേ? എന്താ എന്റെ അഭിപ്രായം? എനിക്ക് സമ്മതാണ് ഉപ്പ. ഓർമ്മ വെച്ച് നാൾ മുതൽ ഇപ്പൊ ഗൾഫിലാണ്. ഇന്ന് വരെ എന്റെ ഒരാവശ്യം വെച്ച് ഉപ്പാക്ക് ഞാൻ കത്തയച്ചിട്ടില്ല. ഉപ്പാന്റെ എല്ലാ പ്രയാസങ്ങളും പരിമിതികളും എനിക്കറിയാം. ഇപ്പൊ എന്ത് ചെയ്യണതും എന്റെ നന്മയ്ക്കായിരിക്കും. ആമിർ നല്ലവനാണ് മോളെ. ഇപ്പാന്റെ കുട്ടീനെ ഓൻ കരയിക്കൂല. മോനെ ആമിറേ, എന്തേ ആമിറേ ഇവിടെ വന്നാ. എന്താ വാപ്പാ? ഇവിടെ വാ, അവിടെ ഇരിക്കേ. എന്താ വാപ്പ പതിവില്ലാതെ ഒരു ഇരുന്നുള്ള വർത്താനമൊക്കെ? ഇരുന്ന് സംസാരിക്കേണ്ട കാര്യം ഇരുന്ന് തന്നെ സംസാരിക്കണം. വാപ്പ കാര്യം പറയൂ വാപ്പാ. വാപ്പയ്ക്ക് എന്നും നീ കുട്ടിയാ. എൻ്റെ പഠിപ്പിൻ്റെ കാര്യവും ബാക്കി തീരുമാനവും ഞാൻ തന്നെ എടുത്തത്. എന്നാലും ചില നിർണായക കാര്യങ്ങൾ നിന്നോട് ചോദിക്കണ്ടേ? നാളെ ബാപ്പാൻ്റെ ഇഷ്ടത്തിന് ചെയ്തു എന്ന് ഈ പറയാൻ പാടില്ല. വാപ്പ വളച്ചുകെട്ടില്ലാണ്ട് കാര്യം പറഞ്ഞോളി. മുസ്തഫാൻ്റെ കാര്യം ഈ അറിഞ്ഞല്ലോ. ഓൻ വളരെ വിഷമത്തിലാ. പിന്നെ അൻ്റെയും സുബീൻ്റെയും കല്യാണക്കാര്യം ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട്. എന്താ നിന്റെ അഭിപ്രായം? അതിനെന്താ വാപ്പ, സുബി നല്ല കുട്ടിയാണല്ലോ, എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ബാക്കിക്ക് ബാപ്പാന്റെ ഇഷ്ടം പോലെ ചെയ്തോളി. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? കനവിന്റെ വാതിൽ തുറന്നു, കണ്ണുകൾ കാത്തു കാത്തിരുന്നു. വരികില്ലേ അരികിൽ നീ പിന്നെയും, വരികില്ലേ അരികിൽ നീ പിന്നെയും? അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ സുന്ദരി? ഒരു വട്ടം കണ്ടപ്പോൾ മാനസം പൂത്തുപോയി, ഒരു ജന്മം പിരിയാൻ വയ്യാതെയായി. ഒരു വട്ടം കണ്ടപ്പോൾ മാനസം പൂത്തുപോയി, ഒരു ജന്മം പിരിയാൻ വയ്യാതെയായി. മദനശരം മനസ്സിലെയാൽ പോരു നീ, മനനിറയെ കുളിരുമായി വരില്ല നീ. അഭിലാഷം വീണ്ടും വിളിച്ചു, ആലിംഗനത്തിനു കൈതരിച്ചു, ആലിംഗനത്തിനു കൈതരിച്ചു. അറിയാതെ ഞാൻ സ്നേഹിച്ചു പോയി, ആരാണോ നീ?
എന്താ സുബി നീ കരയണത്? ഈ ചെറിയ വീട്ടിലേക്ക് വന്നോണ്ടാണോ? നിന്റെ വീട്ടിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. അതുകൊണ്ടൊന്നുമല്ല, എനിക്ക് വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഞാൻ എന്റെ ഉപ്പാന്റെ കാര്യം ആലോചിച്ചതാ. എല്ലാം ശരിയാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ നടക്കണം. നീ എൻ്റെ ജീവിതത്തിലേക്ക് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയതല്ല. ഈ കല്യാണക്കാര്യം ഉപ്പ പറഞ്ഞപ്പോൾ പോലും എനിക്ക് വിശ്വാസമായിരുന്നില്ല. ഇപ്പോൾ പോലും നീ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എനിക്കിങ്ങനെ കിട്ടിയത് എന്റെ ഭാഗ്യമായിട്ട് ഞാൻ കരുതിയിട്ടുള്ളൂ. നമ്മളിപ്പോൾ അടുത്ത വിമാനത്തിലൊക്കെ ഒന്ന് കയറി ദുബായിലേക്കൊക്കെ ഒന്ന് പോവും. എന്താ ഫാരിസേ, വീട്ടിലൊരു കല്യാണം ഉണ്ടായിട്ട് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ? ഏതായത് എന്റെ പെങ്ങക്കാ മോയത്തിനായതാ കിട്ടിയത്. എനിക്കും മാക്കും ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ ഉപ്പാന്റെ ഇഷ്ടത്തിലാണ് ഈ കല്യാണം നടന്നത്. അതുകൊണ്ടാണ് കല്യാണം ചെറുതായത്. അവനുമായി എങ്ങനെയിടോ നിന്റെ പെങ്ങളെ ഒത്തുപോകുക? ആ എന്തായാലും പാർട്ടി വേണം. വാ. പഴയമാതിരി പാർട്ടി നടത്താനൊന്നും കാശില്ല. ഇപ്പം നാട്ടിലാണ്. പെട്ടെന്ന് കുറ്റം പറിച്ച് നാട്ടിൽ നിന്നുകൊണ്ട് എല്ലാ സ്വാതന്ത്ര്യം ഇല്ലാതായി. നിങ്ങൾ പോയിക്കോളി, ഞാനും പാരിസും വന്നോളാം. പാരിസ് കേറ്, പൈസ ഉണ്ടാക്കാനുള്ള വഴി എന്റെ അടുത്തുണ്ട്. വാ കേറ് 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 കേറ്. ശരി ശരി ശരി. പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം കേരാമൃത്. മായം ചേർക്കാത്ത വെളിച്ചെണ്ണ ഞങ്ങളിലൂടെ നിങ്ങളിലേക്ക്. അന്നും ഇന്നും എന്നും കേരാമൃത്. കേരാമൃത് ശുദ്ധമായ വെളിച്ചെണ്ണ. ചെമ്മൻകടവ്, മലപ്പുറം. ഫോൺ 048327794778. ഒരു കോഡൂർ സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മുസ്തഫാക്ക, നിങ്ങളെ മോനെ പോലീസ് പിടിച്ചോണു. ബേമ്പേരി. എന്ത് പോലീസ് പിടിച്ചേക്കേ? സാറ് പോയ നേരത്തെ ഇവനെ ഇറക്കാൻ പെരിയവർ വിളിച്ചിരുന്നു. പെരിയവരല്ല, ആഭ്യന്തരം വിളിച്ചാലും ഇവനെ ഞാൻ വിടില്ല. അതിന്റെ പേരിൽ എന്ത് നടപടിയെടുത്താലും ഈ സുബ്രന് പുല്ലാടാ. ഹലോ, അതെ, ആഹാ, ഞാൻ ഉടനെത്തും. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. യെസ്. ആരിത്? മാഷോ? എന്താ മാഷ കാര്യം? ഇറുകി. ഇയാൾ ഈ സ്റ്റേഷനിലല്ലേ? അതെ മാഷേ, 6 മാസമായി ഞാൻ ഇവിടെയാ. ഇന്ന് രാവിലെ നിങ്ങൾ ഇങ്ങോട്ട് പിടിച്ചുകൊണ്ടുവന്ന ഒരു കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കാനാണ് വന്നത്. എന്താ ആ കുട്ടി ചെയ്ത തെറ്റ്? മാഷിയുടെ ആരാവൻ? എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്തായ ഇയാൾ. ഇയാളുടെ മകനാ ആ കുട്ടി. ഇയാളുടെ മകനും മറ്റൊരുത്തനും കൂടി റോട്ടിലൂടെ പോകുന്ന ഒരു സ്ത്രീയുടെ മാല പൊട്ടിച്ചു. നാട്ടുകാർ പിടിച്ച് പോലീസിനെ ഏൽപ്പിച്ചു. എന്താ നിങ്ങൾക്ക് ജോലി? ഗൾഫിലാണ്. കേട്ടോ മാഷേ, ഇപ്പോഴത്തെ യുവാക്കള് പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ഇതുപോലത്തെ മാർഗങ്ങൾ സ്വീകരിക്കുന്നു. ചില സമയങ്ങളിൽ വീട്ടിൽ നിന്നും കാശ് കിട്ടാതെ വരുമ്പോൾ ഇതുപോലുള്ള വേണ്ടാത്തരങ്ങൾ ചെയ്യുന്നു. ഗൾഫിൽ പോയി കുറെ സമ്പാദിച്ചുകൊണ്ടൊന്നും കാര്യമില്ല. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ. അവനൊരു തെറ്റ് പറ്റി, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഭാഗ്യത്തിന് ആ സ്ത്രീ പരാതിയൊന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. കോൺസ്റ്റബിൾ, അവനെ വിളിക്കണോ? മാഷേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിപ്പിക്കും. മേലാൽ ഇതുപോലുള്ള കേസുകളിൽ പെട്ടാൽ പുറം ലോകം ഞാൻ കാണിക്കില്ല. വളരെ ഉപകാരം മാഷേ. ഇതുപോലുള്ളവരോട് ഇങ്ങനെയൊക്കെ തന്നെ പെരുമാറാൻ കഴിയുള്ളൂ. മാഷൊന്നും കരുതരുത്. ഓ ശരി. എന്തോ അല്ല, നമ്മളെ പെങ്ങളെ ചെക്കനാളത്. ഒന്ന് നിർത്തിക്ക. നിർത്തി. ആ ഫാരിസേ, ഓ ഇത് അല്ല, എനിക്ക് പോലീസ് സ്റ്റേഷനിലൊക്കെ നല്ല പിടിപാടാന്ന് അറിഞ്ഞു. അത് കാക്ക, പിന്നെ അത് അല്ല, നമ്മളെ കുട്ടിക്കൃഷ്ണൻ തന്നെ അല്ലേ ഇപ്പൊ എസ് ഐ? കാക്ക, ഞാൻ ബന്ധപ്പെട്ടിട്ട് കുറെ നാളായി. എന്റെ പെങ്ങളെ ചെക്കനാ. അദ്രമന, ഇജ്ജ് എന്തിനാ ചെറുക്കനെ വെറുതെ വിഷമിപ്പിക്കണേ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. അല്ല അത് പോട്ടെ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷം? അന്റെ അപ്പ പണ്ടിനെ തോണ്ടിപ്പോയതാ എന്ന് കരുതിട്ട് എനിക്ക് ഇങ്ങോട്ട് വിരോധമൊന്നുമില്ല. പുരയിലെ കാര്യമൊന്നും പറയണ്ട. ചെലവിന് വരെ പൈസ ഇല്ലാത്ത അവസ്ഥയാണ്. കാക്കാനെടുത്ത് വല്ല പണിയുണ്ടോ? പണിയല്ലുള്ളൂ. ഇതാരാ എനിക്ക്?
ഇതാണ് വടക്കേ പറമ്പ സുബേർ. ഗൾഫിലും നാട്ടിലും കണ്ടമാനം ബിസിനസ്സാ. സുബേറെ ഇങ്ങോട്ട് വന്നാ. ഇവന് വെറുതെ നിക്ക. ഇവന് പറ്റിയ വല്ല പരിപാടി ഉണ്ട് നമ്മുടെ അടുത്ത്? അതിപ്പോ ഒരു കാര്യം ചെയ്തോട്ടെ, നമ്മളെ ബിസിനസ് ഒക്കെ വന്നോട്ടെ. 5 ലക്ഷം തന്ന് പാർട്ണർഷിപ്പ് കൂട്ടിക്കോട്ടെ. ലാഭമായിട്ട് 25,000 രൂപ മാസം കൊടുക്കും. അപ്പൊ ഇവനും പാർട്ണറാവും, നിങ്ങളെപ്പോലെ മുതലാളിയാവും. കാറും ബംഗ്ലാവും ഒക്കെ അനക്കാവും. മാസം 25,000 റുപ്യം കിട്ടും. മുതലിന് ഒരു കേടും പറ്റും. മാസം 25,000 റുപ്യ പോരടാ പാരിസേ? സംഗതിയൊക്കെ ശരി തന്നെയാണേ. പക്ഷെ ഇത്രയും കൂടുതൽ പൈസ എവിടുന്ന് ഉണ്ടാക്കാനാ? ഇതെത്താ പന്റെ കഥ. പൈസക്കപ്പ പണി. വട്ടിക്കാരിഷ്ടം പോലെ പൈസ തരില്ലേ? ഈ ജിമ്മാന്റെ അടുത്ത് പോയിട്ട് പേരന്റെ ആധാരം വാങ്ങിക്കൊണ്ടിരാൻ 5 ലക്ഷം ഞാൻ ഉണ്ടാക്കി തരാം അല്ലേ? അതാ. എന്നാ ശരി, ഓക്കെ. അപ്പൊ പറഞ്ഞ പോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത്രമാര് ചോദിച്ചാൽ മതി. എന്നാ ഞങ്ങള് പോട്ടെ. അത്രമാരെ കേറി പോകാം. എന്നാ പിന്നെ പറഞ്ഞ മാതിരി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നീക്കിക്കോ. എന്നാ ഞങ്ങള് പോവാ. ഫാരിസേ, എന്റെ ഉപ്പ അറിയാതെ ഞാനിത് നിനക്ക് തരണത്. അത് നിനക്ക് ഓർമ്മ വേണം. അതിനെന്തമ്മ, എപ്പ വേണമെങ്കിൽ തിരിച്ചെടുക്കാറാ നമുക്ക്. എന്തൊരു ആധാരത്തിന്റെ വർത്താനം കേട്ടത്. എന്താ ഖൈറു? ഞാൻ പറയാൻ കാര്യം, ഓനൊരു ബിസിനസ് തുടങ്ങണം. അതിന് കുറെ പണം വേണം. അങ്ങോട്ടുണ്ടാ? അതുകൊണ്ട് കുന്തം ഒന്നുമില്ല. എന്നാ ഫാരിസേ, ഇത് കൊണ്ടുപോയി അനക്ക് വേണ്ടി എത്ര പണം എടുത്തോ. ആധാരം പണം വെക്ക്. എന്തിന്? എന്താണ് ഫാരിസത്? എനിക്ക് 5 ലക്ഷം ഉറുപ്പ്യാണ്. 5 ലക്ഷം ഉണ്ടെന്നുണ്ടെങ്കിൽ മാസം 25,000 ഉറുപ്പ്യ കിട്ടും. കാക്കാന്റെ കെയർ ഓഫിലാ. ആരെ? അദ്രഹിമാന്റെ? പിന്നെ വേറെ ആരാണ്? സുബൈർ. സുബൈറിനെ എനിക്കറിയാം. അവൻ എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കിയതെന്നും അറിയാം. നിങ്ങളോ പുടുത്തം വിട്ട് പൊരയിൽ വന്ന് നിൽക്കുക, ഒരു പണിയും തൊരയില്ലാതെ. എന്നാ ചെറുക്കനെ കൊണ്ടെങ്കിലും 10 പൈസ പൊരയിലേക്ക് ഉണ്ടാക്കാന്ന് വെച്ചാ നിങ്ങൾ അതിന് സമ്മതിക്കൂല. നീ എങ്ങനെ ന്യായീകരിച്ചാലും ഞാനത് സമ്മതിക്കൂല. നിങ്ങൾ ഇത്രയും കാലം ഗൾഫിൽ കിടന്നിട്ട് എന്ത് ഉണ്ടാ ഉണ്ടാക്കിയേ? ഈ വീട് സ്ഥലം എന്റെ അദ്രമാന്റെ മിടുക്കുകൊണ്ടാ. ഒരു മോളെ കെട്ടിച്ചതോ? ഇതൊന്നും എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കണ്ട. അദ്രമാന്റെ മുടുക്ക്, അതിന്റെ കണക്കും കാഴ്ചൊന്നിച്ച് എന്നെ കൊണ്ട് ഇപ്പൊ പറയിക്കണ്ട. ഞാൻ പറഞ്ഞത് കേൾക്കാൻ പറ്റില്ലെങ്കിൽ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കോ. ഇറങ്ങി എവിടുന്ന്? അത് നിങ്ങൾ മാത്രം തീരുമാനിച്ച പോരല്ല. പിന്നെ ആരാണ് തീരുമാനിക്കേണ്ടത്? നീയോ? ആ, ഞാൻ തന്നെ. പിന്നല്ലാണ്ട് ആരാ? ഈ വീട് സ്ഥലേ എന്റെ പേരില. അപ്പൊ ആരാ ഇവിടെ ഇറങ്ങേണ്ടത്? എനിക്കറിയാം നിന്റെ പേരിലാണെന്ന്. എല്ലാം എന്റെ തെറ്റാണ്. അന്ന് ഞാൻ വിശ്വസിച്ചു ഇതിന്റെ എല്ലാം എന്ന്. പക്ഷെ ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി. NRI അക്കൗണ്ട് എടുത്തിട്ട് 1 ഉറുപ്പ്യ പോലും ഞാൻ ഇതുവരെ അതിലിട്ടിട്ടില്ല. എന്റെ കുടുംബമാണ് ഏറ്റവും വലിയ NRI ഞാൻ വിശ്വസിച്ചു. എല്ലാം എന്റെ തെറ്റായിരുന്നു. എന്റെ ജീവിതത്തിലെ നല്ല ഭാഗം ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചു. ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങണം കരിവേപ്പിന്റെ അല പോലെ. സ്വപ്ന ചിറകു വീശി മരുവിലേക്കിയ പക്ഷികൾ നരകയാതന ഏറ്റു കൽബുകൾ ഉരുകിടുന്ന പ്രവാസികൾ അരുമ സ്വപ്ന ചിറകു വീശി മരുവിലേക്കിയ പക്ഷികൾ നരകയാതന ഏറ്റു കൽബുകൾ ഉരുകിടുന്ന പ്രവാസികൾ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ
അങ്ങനെ സകലതും വെടിഞ്ഞു പുകയടുപ്പി പൊങ്ങുവാന പകലുമിരവുമലഞ്ഞു പകലുമിരവുമലഞ്ഞു ഉറ്റവർക്കായി ദൂരെ ദൂരെ ഒറ്റയായി കഴിയുന്നു അറ്റമില്ലാതുള്ള മരുവിൽ ഉറ്റുനോക്കിയിടുന്നു ഉറ്റുനോക്കിയിടുന്നു നേടിയതില്ല കൊതിച്ചതൊന്നും വെറുതെ മടങ്ങണം നേരിടുവാൻ കഴിവില്ലല്ലോ നൂറ് പരീക്ഷണം നൂറ് പരീക്ഷണം വീട്ടു ചെലവ് റിലീഫുകൾ കടം വീട്ടലും മുറി ഭക്ഷണം കൂട്ടിയാൽ തികയാതെങ്ങിനെ കൂട്ടിവെച്ചിടും കാൽപ്പണം കൂട്ടിവെച്ചിടും കാൽപ്പണം അരുമ സ്വപ്ന ചിറകു വീശി മരുവിലെത്തിയ പക്ഷികൾ നരകയാതന ഏറ്റുകൽബുകൾ ഉരുകിടുന്ന പ്രവാസികൾ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ യന്ത്രമായി തടിയിക്കരേ പല ചിന്തയാൽ മനസക്കരേ എനിക്ക് കഴിയണില്ല കുഞ്ഞോളെ കല്യാണം ഞാൻ നടത്തിക്കണ് നിന്നെ കണ്ട നേരം അന്ന് കിട്ടിയ ചൂരലിന്റെ വേദന ബാപ്പുക്ക നിന്റെ ആശയെല്ലാം യാത്രയാക്കാം നിന്നെ ഞാനിൻ ഒക്കെ ഓനോട് പറഞ്ഞേക്കണ് ഇപ്പൊ ഓനെ ഞാൻ കൊണ്ടുപോകുക അല്ല എന്നാ ഇനി എന്റെ ഉമ്മാനടുത്തേക്ക് കൊണ്ടുപോവാ അരളിടറും നൊമ്പരങ്ങൾ നീ എന്നാ ശങ്കര ഇതവിടെ പിടിച്ചോ ഇത് അപ്പുറത്ത് കണ്ട് വെച്ചത് ഇത് നല്ല പട്ടികയാണ് അപ്പുറത്തേക്ക് ആ കുറച്ച് ഇതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കാൽപ്പിക്കുട്ടിയെ എന്നിട്ട് വേണം അതിൻ്റെ മുകൾക്ക് കയറ്റാൻ ഇതൊക്കെ മുഴുവനൊന്ന് തുടച്ച് വൃത്തിയാക്കേ ആരാപ്പത് ആരാപ്പത് ഹൈറോ എവിടെ ഇപ്പം എൻ്റെ കാറും ചെറുക്കനെയൊന്നും കാണുന്നില്ലല്ലോ ഇവ കരയൊന്നും വേണ്ട എല്ലാം ഞാൻ അറിഞ്ഞിക്കണു എന്തായിരുന്നു എൻ്റെ അഹങ്കാരം ഉള്ള പൈസ കൊണ്ട് പൊങ്ങച്ചം കാണിച്ച് നടക്കല്ലായിരുന്നോ ആ പാവം മുസ്തഫ 10-20 വർഷം ചോര നീരാക്കി ഉണ്ടാക്കിയ പൈസക്ക് ദൂർത്തടിച്ചില്ലേ ഓരോത്തിന് ഓനെ ഇറക്കി വിടുകയും ചെയ്തു പണം തികയാതെ വന്നപ്പോള് ഇരിക്കൂര പണയം വെച്ച് കണ്ണി കണ്ടൽ കൊടുത്തു ഇപ്പൊ മുതലുമില്ല ലാഭമില്ല ഉള്ള വീട് ജപ്തും ചെയ്തു പോയില്ലേ ആ ചെറുക്കന്റെ എല്ലാ തോന്നിയാസം കൂട്ടു നിന്നില്ലേ അങ്ങനെയെങ്കിലും അവനൊരു ഏർപ്പാടായിക്കോട്ടെ ഞമ്മള് കരുതി അന്റെ ഉമ്മാതിരി ന്യായീകരൊന്നും എനിക്ക് കേൾക്കണ്ട മക്കളെ വളർത്തേണ്ട രീതി വളർത്തണം പടച്ചോനും പടപ്പുകൾക്കും നിരക്കാത്ത രീതിയിലാണ് ഇജ്ജന്റെ മോനെ വളർത്തിയത് ഇവിടെ ഇതിന്റെ മുമ്പ് വന്ന എനിക്ക് ഓർമ്മണ്ടോ എന്റെ കാറിന്റെ പത്രാസ് കാണിക്കാൻ ഇവിടെ വന്നേ എന്റെ അടുത്ത് ഒരുപാട് തെറ്റ് പറ്റിയേക്ക ഇപ്പൊ ഞാൻ എന്താ ചെയ്യാ മാപ്പ് ചോദിക്കണം ഒരു പടപ്പ് മറ്റൊരു പടപ്പിന് സുജൂദ് ചെയ്യാൻ അനുവാദം ഉണ്ടായിരുന്നെങ്കിൽ ഭാര്യ ഭർത്താവിന് സുജൂദ് ചെയ്യട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുമായിരുന്നു അള്ളാന്റെ റസൂല് പറഞ്ഞത് ഇപ്പൊ ഒരു കാര്യം ചെയ്യേ ചട്ടിപ്പറമ്പ് പോയിട്ട് എന്റെ കെട്ടിയ മുസ്തഫ ഉണ്ടല്ലോ ഓന്റെ കാല് പിടിച്ച് മാപ്പ് ചോദിച്ചിട്ടുണ്ട്
എന്നിട്ട് നമുക്ക് എന്താ മണിയാ ചെയ്യാം. പോരുണ്ടോ? എന്നാ കേറി, വേഗം കേറി. ചട്ടിപ്പട ചട്ടിപ്പട ചട്ടിപ്പട. ആരും പോരുണ്ടോ? അടിച്ചു കൊടുക്ക. ആ ഒരു കുട്ടി ആ കേറി 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 പെട്ടെന്ന് കേറടോ. ആ അവിടെ എന്താ മുസ്തഫ നീ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊക്കെ പടച്ചോൻ്റെ ഒരു പരീക്ഷണമാണ്. പടച്ചോൻ എന്തത്ര പരീക്ഷിക്കാൻ? ഞാൻ എന്ത്? പടച്ചോൻ ആരോടും പ്രത്യേക ഇഷ്ടമോ അനിഷ്ടമോ ഇല്ല. ഇനി ഏതെങ്കിലും വ്യക്തികളെ പരീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ സമൂഹത്തിനുള്ള പാഠമാണ് മുസ്തഫ. മോളെ നിക്കവിടെ. എങ്ങോട്ടാ നീ വേണത്? ഈ വീട്ടിലെ സമാധാനം ഇവിടെ കെടുത്താനോ? നീ അവിടെ ഇരിക്കേ. എത്ര മോശപ്പെട്ട ആളാണെങ്കിലും നമ്മളെ വീട്ടിൽ വരുന്ന ഒരാളെ ഇറക്കി വിടാൻ പാടില്ല. ഇത് എൻ്റെ വീടല്ല. ഇവിടെ വരുന്നവരെ തടയാനുള്ള അവകാശവും എനിക്കില്ല. സലാമിനറിയോ, മരുഭൂമിയിൽ കഴിഞ്ഞിരുന്ന നാളുകളിൽ ഏറ്റവും കൂടുതൽ കാണാൻ കൊതിച്ച മുഖമായിരുന്നു ഇവളുടേത്. ഇന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കാണാൻ കൊതിക്കാത്ത മുഖമാണ് ഇവൾക്ക്. എനിക്കോളെ കാണുക വേണ്ട. ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ട്. ആവശ്യത്തിനും അനാവശ്യത്തിനും പൈസ തൂർത്തടിച്ചിട്ടുമുണ്ട്. പണം, പത്രാസ്, അത് മാത്രമായിരുന്നു എന്റെ ചിന്ത. സുഖമില്ലാത്ത മൂപ്പരെ നോക്കാതെ ഞാൻ വേദനിപ്പിച്ചിട്ടേ ഉള്ളൂ. മകനെ ദീനീബോധമുള്ള ഒരാളാക്കി വളർത്താൻ എന്റെ അഹങ്കാരം സമ്മതിച്ചിട്ടില്ല. എല്ലാത്തിനും ഞാൻ മാപ്പ് ചോദിക്കുന്നു. മുസ്തഫ, എല്ലാം നീ കേട്ടില്ലേ? ഇനിയെങ്കിലും നീ അവൾക്ക് മാപ്പ് നൽകണം. ഒരു ഭാര്യയില്ലാത്ത ദുഃഖം എനിക്ക് നല്ലോണം അറിയാം. മക്കളും മരുമക്കളും ഉണ്ടായിട്ടൊന്നും ഒരു കാര്യമില്ല മുസ്തഫ. സലാമേ, എന്റെ നല്ലതിനെ നീ എന്നെ ഉപദേശിച്ചിട്ടുള്ളൂ. ഞാൻ എന്നും ഇവളെയും മക്കളെയും സ്നേഹിച്ചിട്ടേ ഉള്ളൂ. എന്നും എന്റെ ജീവിതം ഒരു കീഴടങ്ങലായിരുന്നു. അവൾക്ക് ഞാൻ പുറത്ത് മാപ്പ് കൊടുത്തിരിക്കുന്നു. ആരെ ചട്ടിപ്പറമ്പ് ഇറങ്ങിട്ടോ? ചട്ടിപ്പറമ്പ് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി. ഇറങ്ങി. ആ അവിടെ പോട്ടെ. താത്തങ്ങളെ ഇറങ്ങൂല്ലേ? ചട്ടിപ്പറമ്പ് എത്തിക്കണു. ഒന്നിട്ട് ഇറങ്ങി, പെട്ടെന്ന് ഇറങ്ങി. ഒന്നിട്ട് ഇറങ്ങി താത്ത, ഒന്ന് വേം.
ദൂരെ ദൂരെ ഒറ്റയായി കഴിയുന്നു നാറ്റമില്ലാതുള്ള മരുവിൽ ഉറ്റുനോക്കിയിടുന്നു നാം ഉറ്റുനോക്കിയിടുന്നു നാം നേടിയതില്ല കൊതിച്ചതൊന്നും